ഇപ്പുറത്ത് മ്യൂസിയം, അപ്പുറത്ത് ബുർജ് ഖലീഫ. സൂപ്പറാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്നുണ്ടല്ലോ ഒരു സ്റ്റേക്കേഷന് പോവാൻ കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റായിട്ട് ഇതേ പാക്കൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം മുമ്പുണ്ടല്ലോ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അത് പ്രമാണിച്ച് നമ്മൾ ബുക്ക് ചെയ്തതാണ്. എന്ത് സംഭവം എന്നറിയോ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഒട്ടും പ്രതീക്ഷയില്ലാത്ത പോക്കായിരുന്നത്. ഒന്ന് നല്ല മഴയായിരുന്നു, വെള്ളക്കെട്ട്, ഷാർജ ഫുൾ വെള്ളക്കെട്ട്. രണ്ടാമത് അറിയാലോ വാറ്. അപ്പം കടലിന്റെയും ചെകുത്താന്റെയും നടുക്കാണ് നമ്മൾ. അങ്ങനെ തന്നെയല്ലേ പറയാ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പോകണമെന്ന് നമ്മൾ അറിയണ കുറച്ച് ചേട്ടന്മാരൊക്കെ ചോദിച്ചു. പക്ഷെ ഇതുപോലെ ഓഫർ ഇനി നമുക്ക് കിട്ടില്ല. നമ്മൾ ഓൾറെഡി പേയ്മെന്റ് ഒക്കെ ചെയ്തതാണ്. എന്തായാലും പോയി നോക്കാം എന്നുള്ള രീതിയിലാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഷാർജ മാത്രമേ ഉള്ളൂ വെള്ളം. ഷാർജ വിട്ട് കഴിഞ്ഞാൽ വെള്ളവും ഇല്ല, മണ്ണാങ്കട്ടിയും. അങ്ങനെ നമ്മൾ ടാക്സിക്ക് പോയിട്ട് അവിടെ നിന്ന് മെട്രോക്കാണ് പോയത്. നമ്മളിപ്പോൾ എവിടെ പോകണേന്ന് അറിയോ? ദുബായ് ടൗൺ പ്ലാസ എന്ന് പറഞ്ഞ ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്കാണ്. ഇതിന് മുമ്പുണ്ടല്ലോ ഹോട്ടലിലൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ദുബായിൽ 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൂടി എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അപ്പോഴേക്കും നമ്മുടെ പുത്രിക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അത് പിന്നെ അങ്ങനെയാണല്ലോ എൻ്റെ കൊച്ചി. പുറത്തിറങ്ങി നമുക്ക് അപ്പം വിശക്കും. അങ്ങനെ ജാനിക്കുട്ടിക്ക് ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു. കുട്ടിയുടെ വിശപ്പ് കുറച്ചങ്ങോട്ട് ശമിപ്പിച്ചു. അങ്ങനെ കേട്ടിട്ടു ജ്യൂസ് വരുന്നു. ശാസ്ത്രത്തിന്റെ ഒരേ വളർച്ചയെ. ഇപ്പൊ കിട്ടുമെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. എന്തായാലേ കുട്ടികളുടെ ഒരേ വാശികൾ. പിന്നെ ജാനിക്കുട്ടി ഒന്നും കഴിക്കാണ്ടാട്ടോ പോകുന്നത്. നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അവർക്കുള്ള ഫുഡ് നമ്മൾ പാക്ക് ചെയ്തെടുത്തു. റൂമിൽ എത്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജ്യൂസൊക്കെ കിട്ടി ബോധിച്ചു. ഇനി നമ്മൾ അവിടെ നിന്ന് ആലോചിക്കുമായിരുന്നു കേട്ടോ, ഏത് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഹോട്ടൽ വരുന്നത്. എന്തായാലും ദുബായ് ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റാണ് നമുക്കറിയാം. അങ്ങനെ സമയം എടുത്ത് ആലോചിച്ച് നിന്ന് നമ്മൾ അവിടേക്ക് പോവാൻ കേട്ടോ. പിന്നെ ഇത്ര നേരമായിട്ട് പുള്ളിക്കാരുടെ ജ്യൂസ് കേക്കിൽ കഴിഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. സൂപ്പറാ. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു ഞങ്ങൾ അവിടെ കുറച്ചു നേരം നിന്നു. അല്ലെങ്കിൽ അവിടെയൊക്കെ ഉള്ളത് വീഴ്ത്തു. അങ്ങനെ തപ്പി പിടിച്ച് നമ്മളെ ഹോട്ടൽ കണ്ടെത്തി. അങ്ങനെ റൂമിലേക്ക് പോവാട്ടെ കാണുന്നത്. ശരിക്കും ഈ ഹോട്ടലിൽ വരുന്ന പ്രൈസ് 1300-1400 ദിർഹംസ് എന്തൊക്കെയാണ് കേട്ടോ. പക്ഷെ നമ്മൾക്ക് ഇപ്പം അവരുടെ സൈറ്റിലിടയ്ക്ക് ഓഫർ കിട്ടും. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആര് വരാനാണ്? നമ്മളെ പോലുള്ള പ്രാന്തന്മാരെ വരുള്ളൂ. ഇപ്പം ദുബായിൽ ഒട്ടുമിക്ക എല്ലാത്തിനും ഓഫറാണ്. അതായത് മിറാക്കിൾ ഗാർഡൻ, കുറേ സംഭവം, ബുർജ് ഖലീഫ, അവിടെയൊക്കെ കയറുവാണെങ്കിൽ ഇപ്പം നല്ല ഓഫറുണ്ട്. അതുപോലെയാണ് ഇവിടുത്തെ എല്ലാ ഹോട്ടലുകളിലും. അപ്പം അത് കാണുമ്പോൾ നമ്മൾ വേഗം ചാടിക്കയറി ബുക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇപ്പം കിട്ടിയ പ്രൈസ് 450 ദിർഹംസ് ആണ് കേട്ടോ. 1 ഡേ. അതിൽ ഫുഡും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ലെക്ക് അനുസരിച്ചിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒട്ടും പ്രതീക്ഷയില്ലാണ്ട് അങ്ങോട്ട് വന്നത്. കാരണം അതുപോലത്തെ സിറ്റുവേഷൻ ആയിരുന്നു നമ്മുടെ എല്ലാ കൺട്രീസിലും, പ്രത്യേകിച്ച് GCCയിലുള്ളത്. പിന്നെ ഈ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഹോട്ടലൊക്കെ പോകണോ എന്ന് ഞാൻ കുറച്ച് ചേട്ടന്മാർ ചോദിച്ചെന്ന് പറഞ്ഞില്ലേ. പിന്നെ ഇപ്പം പോയില്ലെങ്കിൽ എപ്പം പോകാനാണ്? എന്തായാലും വരാനുള്ളത് വരും. ഇനി ഇതൊക്കെ പുതിയ അനുഭവങ്ങളാണല്ലോ. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒറ്റ മനുഷ്യനുണ്ടായിരുന്നില്ല. ഈ ഫ്ലോറിൽ നമ്മളല്ലാണ്ട് വേറെ സൗണ്ടൊന്നും അങ്ങനെ കേട്ടിട്ടില്ല. എട്ടത്തെന്തോ ഉണ്ടായിരുന്നു, അല്ലാണ്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മെയിൻ കാരണം ഇപ്പോൾ ടൂറിസ്റ്റുകളൊന്നുമില്ല. ആര് വരാനാണ്? അങ്ങനെ നമ്മളെ റൂമിലെത്തി. ഇതാണ് നമ്മുടെ റൂം. നമ്മൾ എത്തി. ഇനി ഇത് നമ്മുടെ സ്വന്തം റൂം. അതെ, ഒരു ദിവസത്തേക്ക് നമ്മുടെ സ്വന്തം റൂമാണിത്. സംഭവം ഇതൊരു അടിപൊളി റൂം തന്നെയായിരുന്നു. കാരണം 2 സൈഡ് ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇപ്പുറത്തെ ഒരു സൈഡ് നോക്കുമ്പം നമ്മുടെ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയവും, റൈറ്റ് സൈഡിൽ നോക്കുമ്പം ബുർജ് ഖലീഫയാണ് കാണാൻ പറ്റുന്നത്. എന്തായാലും ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പുറത്തെ സൈഡിലും കാട്ടിൽ നമ്മൾ മാറ്റി നോക്കിയപ്പോഴാണ് ശരിക്കും എന്താ പറയുക, ഇച്ചിരി കൂടി വലിയൊരു ഗ്ലാസ് ആണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ അവിടെ ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നു. ഇന്നിവിടെ മഴ പെയ്യും എന്നൊക്കെ പറയുന്നു. പക്ഷെ മഴയൊന്നും വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് ചാറിപ്പോയായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ വാഷ്റൂം വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള വാഷ്റൂം ആയിരുന്നു.
എന്തായാലും ജാനിക്കുട്ടി നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അവള് നമ്മളെ റൂമിൽ മാത്രമല്ല ഇരുന്നിട്ടുള്ളൂ. ഇങ്ങനെ ഒരു പെട്ടെന്ന് വേറെ റൂമായപ്പം അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നേ. അങ്ങനെ വന്നപാടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോ പിന്നെ മുഖ്യമാണല്ലോ. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 1:30-2 മണിയായിരുന്നേ. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഒരു 5 മണിയായി. അപ്പോൾ നമുക്ക് ഇന്ന് ഡിന്നർ ആയിരിക്കും കിട്ടുക. പിന്നെ നാളെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അങ്ങനെ 1 ഡേ ആണ് കേട്ടോ നമ്മളിവിടെ ബുക്ക് ചെയ്തേക്കുന്നത്. കണ്ടോ എൻ്റെ ബാക്കിൽ സൂക്ഷിച്ച് നോക്കിയാൽ ബുർജ് ഖലീഫ കാണാം. അങ്ങനെ ജാനിക്കുട്ടി അവിടെ നിന്ന് കളിക്കണ്ടായിരുന്നു. ആ നേരം കൊണ്ട് ഞാൻ ഇവിടുത്തെ കർട്ടനൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. സാധാരണ എൻ്റെ അമ്മയുടെ ഇതൊക്കെ നോക്കാം, ഇപ്പം ഞാൻ നോക്കി തുടങ്ങിയ ദൈവമേ. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ അടിയിലേക്ക് നോക്കിയപ്പോഴാണ് ഇങ്ങനെ കാണുന്നത്. എന്ത് രസമല്ലേ വണ്ടികൾ പോകണ കാണാൻ. നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കുറച്ച് നേരം കുത്തിയിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ പറഞ്ഞല്ലോ എടുത്തു. മിറർ കണ്ട പിന്നെ അപ്പം നമുക്ക് പ്രാന്താണല്ലോ. പിന്നുള്ള ബാക്കി വീഡിയോസ് ഞാൻ അടുത്ത വ്ളോഗിൽ കാണിക്കാം കേട്ടോ. ഈ വീഡിയോസൊക്കെ ഞങ്ങൾ പിറ്റേ ദിവസം എടുത്തതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ വേറെ വീഡിയോയിലൂടെ എല്ലാം കൂടി കാണിച്ചാൽ വീഡിയോയുടെ ലെങ്ത്ത് കുറച്ചും കൂടി പോകും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബായ്.